ദിസ് വേ സർ. Ravi? Hello, sir. Hi, Ravi. Sir, any revelation, sir? Yes. He is Sushantan. Hey, bring them out. Sir. He is Sushantan, right? Right? She is Suryavalli and he is Michael Munusami. Suryavalli. Michael Munusami. And Veerabahu Sushantan, right? Yeah. No! Ravi? Yes, sir. He is not Sushantan. Sushantan Erandapoyach, killed in an action a couple of months back. He is Jay Shantan, Sushantan's first cousin. 37 years, 5 feet 8 inches, Colombo College of Surgeons Lay, 77 backs dropout. Personal mark identification, a black mole beneath the left earlobe. He is not Michael Munusami. He is Arul Raj Vanangamudi. Am I right? Bastard! Central Home Minister flies down to Bangalore for a bloodless coup by Susan Joseph Pandala. എന്നാ പറ്റി? ഒലക്ക ചക്ക. അതെ, ഇതിന് എന്നാ വില എന്നറിയാമോ കൊച്ചിന്? അറിയാം. 1 rupee 25 paise. അങ്ങനെ 1.25 ഉലുവ മുടക്കി പത്രം വാങ്ങിക്കുന്നവരോടെ അങ്ങോട്ട് ചോദ്യം ചോദിക്കാനല്ല, ഉത്തരം പറയാനാ നിനക്കൊക്കെ ശമ്പളം. കണ്ടില്ലേ, കേന്ദ്രമന്ത്രി KJ നായർ ബാംഗ്ലൂരിൽ വന്ന് 3 ദിവസമായി രാപ്പാർക്കുന്നെങ്കിലേ അത് ബ്ലഡ്ലെസ് കൂവിനാണോ അതോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൂക്ക് ചിത്താനാണോ എന്നൊക്കെ നല്ല കൃത്യമായിട്ട് നിരീക്ഷിച്ച് അന്വേഷിച്ചെഴുതണം. അതാണ് ഒബ്ജക്റ്റീവ് ന്യൂസ് റിപ്പോർട്ടിംഗ്. കേട്ടല്ലോ? കേട്ടു. കേക്കണം. എന്നാ പിടിച്ചോ. ഗോ ഗെറ്റ് മീ ഫാക്ട്സ്. അതെ സൂസന്ന, ഹൗ ഈസ് രവി? Who is asking? ചീഫ് എഡിറ്റർ ജോസഫ് പണ്ടാല അതോ എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് കുട്ടിച്ചായനോ? നിന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പ് കുട്ടി. രവി ഈസ് ഫൈൻ പപ്പ. എന്താ വൈകിട്ടൊരു ഡ്രിങ്കിന് ജോയിൻ ചെയ്യാൻ പറയണോ ഞാൻ രവിയോട്? ഒന്ന് കാണണം, സംസാരിക്കണം അവനോട്. ഏയ് ഡോണ്ട് വറി ഓൾഡ് മാൻ. ബൈ. Hi, Major Saab. Hi. You? Yeah, Susan Joseph Pandala. But how dare you get inside here, you? ഇങ്ങോട്ടൊരൊറ്റ പത്രക്കാരന്റെ കയറ്റി വിടുന്ന് പറഞ്ഞാണല്ലോ ഞാൻ. പിന്നെ നീ ഇങ്ങനെ ഇതിനകത്ത് കയറി? നല്ല പഴം പോലെ കയറി. പെണ്ണൊരുമിട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ബാംഗ്ലൂരിൽ സൂസന്നയുടെ തിണ്ണമെടുക്ക്. പിന്നെ മന്ത്രിക്ക് മേജർ കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ സീരിയസ് ലാപ്സസും. That did it. ദാ ഇപ്പൊ കയറി കണ്ടിട്ട് വരുവാ ഞാൻ ഇയാടെ മന്ത്രിയെ. കഴുതേ പറയാൻ ആരാ നിന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? Oh God, it hurts. I'm sorry. Sorry, പുല്ല്. അതെ,
ഐ ഗിവ് യു ജസ്റ്റ് 1 more month. അപ്പൊ കൃത്യം 3 മാസം ഇയാടെ ജൂനിയർ മാമച്ചന്. അതിന്റെ ഉള്ളിൽ മേജർ രവി മാമൻ അവന്റെ സൂസനയ്ക്കുള്ള മിന്നുപണിയും കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, ബും സ്വാഹ. ഒരു കുഞ്ഞ് ഡൈനമൈറ്റ് വാങ്ങിച്ചു വെക്കും ഞാൻ. ദാ ഇതിന്റെ ഉള്ളില്. പോടാ. പിന്നെ പപ്പയോട് പറഞ്ഞു ഞാൻ എന്റെ വയറ്റിൽ ഇയാളുണ്ടെന്ന്. He was shocked. അയ്യേ. എന്നിട്ട് എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പൊട്ടിച്ചായം പറയുവാ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അപ്പൻ നല്ല ഒന്നാം തരം ഒരാണാണ്, എന്നെ കെട്ടിക്കോളും, ചെലവിന് തന്നോളുന്ന്. Thank God. Major Saab. Yes, Minister is waiting for you. നിന്റെ വയറ്റുകൊണ്ട് കണ്ടോ? ഛെ, കൃത്യസമയം നോക്കി വന്നോളും. രസം കൊല്ലി ഇഡിയറ്റ്. May I come in, sir? Come on, MTV. I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്ങാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈന്യത്തിൽ നിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ? Sir. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെറ്റകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്നും ഗവർണേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. ദാറ്റ് വാസ് എ സ്കീം, അല്ലേ? Yes, sir. അൺബിലീവബിൾ. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ KK വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആന്ധ്രയിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ, അല്ലേ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വോണ്ട് ടു ടേക്ക് ദം ഇൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നോ രവി. പാർട്ടിയിൽ എന്തെത്ര തന്നെ തലയെടുപ്പുള്ള രണ്ട് ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ്. ഒരു വിശ്വസ്ത ദൂതന്മസം ഇന്ന് തന്നെ. ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് PM നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം. അറസ്റ്റിനും ചോദ്യം ചെയ്യലിനുമൊക്കെ ഉള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തരും തനിക്ക്. സർ, ആ രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫെഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്സ്. How dreadful. And this is only a copy. സർ. സൂര്യവല്ലിയുടെയും മണങ്കാമുടിയുടെയും കുംഭസാരത്തിന്റെ ഒറിജിനൽ ടേപ്പ് തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഭദ്രമായിട്ടല്ലേ? യെസ് സർ. വെൽ, തന്നെ പോലെ സൂക്ഷ്മബുദ്ധിയായ ഒരു ഓഫീസർക്ക് സ്വന്തം രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററെ പോലും കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. സമസ്ത തെരുവുകളും ഒറ്റയടിക്ക് കൈമോശപ്പെടുത്താനും പറ്റില്ല, അല്ലേ രവി? ലുക്ക് രവി, ഐ വാണ്ട് ദാറ്റ് ടേപ്പ്. ഇതിന്റെ ഒറിജിനൽ. അല്ല സർ, അത് നോ. ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവ് ഇനി ബാക്കി ഉണ്ടാവാൻ പാടില്ല ഒരാളുടെ കയ്യിലും, താനടക്കം. വാട്ട് ഡു യു മീൻ സർ? ഭദ്രപ്പ, സോറി രവി, വിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്ക് കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഈ KJ നായർക്ക്. ഒരു ഊഹം പോലെ പറഞ്ഞില്ലേ താൻ, പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദാ ഈ നിൽക്കുന്ന പാവം കർണാടക ഹോം മിനിസ്റ്റർ ഭദ്രപ്പയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ, മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന്. അതേടോ, ദാറ്റ്സ് മീ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന KJ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ച ആ പ്രബലൻ. ജേക്കബ്, നോ. രവി, ഞാനും ദേ ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകിഴവന്റെ കഥ കഴിക്കാൻ
മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ. ടു ഫിനിഷ് ഹിം ഓഫ്. ലുക്ക് രവി, നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാതി താൻ അറിഞ്ഞ മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാ. ಸೊ ಇಲ್ಲಿ ನಡೆದಿದ್ದು ಇನ್ಮೇಲೆ ನಡೆಯಬಹುದು. ಎದುವೇ ಯಾರಕ್ಕೂ ತೆರೆಯಕೂಡದು. ವಿ ನೀಡ್ ಯುವರ್ ಹೆಲ್ಪ್. And listen, ചോദ്യം ചെയ്യലിനിടയിൽ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൂര്യവല്ലിയും മണങ്കാമുടിയും ഇന്ന് രാത്രിയിൽ കൊല്ലപ്പെടും. യു വിൽ ഷൂട്ട് ദം ഡൗൺ. ಅವರಿಗೆ ಬದಲಾಗಿ ಬರುವ ಗ್ರೂಪ್ ಡೇ ಆಫ್ಟರ್ ಟುಮಾರೋ ಪಾರ್ಟಿ ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಬರುವ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಅನ್ನು ಕೊಲೆ ಮಾಡ್ತಾರೆ ಆನ್ ಹಿಸ್ ವೇ ಟು ದಿ ಏರ್ಪೋರ್ಟ್. എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും യു വിൽ കീപ് സൈലൻസ്. ಯು ಬ್ಲಡಿ ಇಳ್ತಿട്ട് വാങ്ങടാ. So come on, ഒന്നുകിൽ നിനക്ക് ശത്രുവാകാം, ഇല്ലെങ്കിൽ എക്കാലത്തെ വിശ്വാസം. ഇവരുടെ വയറ്റിൽ നിന്റെ കുഞ്ഞുണ്ട്, നിന്റെ ജൂനിയർ രവിമാമൻ. നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ വേണ്ടേ? ഇവളെ വേണ്ടേ നിനക്ക്? സുസന കേന്ദ്ര ആഭ്യന്തരമന്ത്രി കെ ജെ നായരെ വധിക്കാൻ ശ്രമിക്കുകയും ഗർഭിണിയായ സ്വന്തം കാമുകിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സുരക്ഷാ ഓഫീസർ മേജർ രവി മാമനെ മാനസിക നില തെറ്റിയ നിലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കീഴ്പ്പെടുത്തി. മേജർ രവി മാമനെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് നീക്കം ചെയ്തതായി സുരക്ഷാ ഇന്റലിജൻസ് മേധാവി അറിയിച്ചു. Excuse me. What now? Is he still on his way? Yes, Mr. Williams. Ravi will join us any moment from now. How dare you, Mr. Nair? How dare he take me for granted like this? I just don't understand. Mr. Williams, actually Ravi was... Look! I'm here in Dubai for 4 days, doing nothing. Simply waiting for him. And what does he think I am? Another stupid, idiotic Indian like you? Come on, Mr. Williams. Don't get agitated, please. Well, may I join you for a drink? Excuse me, some more beer, sir? Out! Clear out! Mr. Williams. I said leave me alone! Please! Okay.
Ravi. മോർണിംഗ് സർ മോർണിംഗ് സർ. Hi everybody. Anjali Bhaktiyar. And he's Mr. എനിക്കറിയാം ചന്ദ്രൻ നായരെ. ഹായ് മിസ്റ്റർ ചന്ദ്രൻ നായർ. He's one of your senior directors, a big brother to you, and a long time associate. അങ്ങനെ പലതും അല്ലേ? And he's Yusuf. Hi. ഇപ്പൊ ആരാന്ന് പറഞ്ഞാണ് ഞാൻ പരിചയപ്പെടുന്നത്. Well, you can call him my Your shadow? Yes, shadow. നിഴല് പോലെ വിശ്വസ്തൻ. ആ രവി, അറിയാം. ആർതർ വില്യംസ് ആയി വെയിറ്റ് ചെയ്യുന്നു. അയാൾ ഭയങ്കര ചൂടാണ്. ഇത് ചൂടൊന്നുമല്ല, അവിടെ കിടന്ന് തിളച്ച് മറിയ അയാള്. അയ്യേ, ഇതാണ് ചന്ദ്രേട്ട സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കാന്ന് പറയുന്നത്. അവൻ കടം തിളക്കട്ടെ, ഹൂ കേഴ്സ്. എന്റെ സമയം പോലെ സൗകര്യം പോലെ കാണും ഞാൻ അവനെ. ജാസ്മിൻ, Yes, sir. start the conference 30 minutes from now. Lena, യെസ് സർ. be with her. She's my guest. യാ പ്ലീസ് കം. Bye. Yusuf, യെസ് ചന്ദ്രേട്ടൻ, യെസ് രവി, I need a drink. ഷുവർ കം ഓൺ. എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു? മുമ്പെങ്കും പതിവില്ലാത്ത പോലെ കൂടെ ഒരു പെണ്ണ്, അഞ്ജലി ബക്തിയാർ. ഷീ സ്റ്റിൽ ഇസ് എ മിസ്റ്ററി. ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻ ഹേഗനിലാണ്, കഴിഞ്ഞ ട്രിപ്പിന് ഒരു ആർട്ട് ഗാലറിയിൽ. പിന്നെ ലണ്ടൻ, ബെയ്റൂത്ത്, വേറെ എവിടെയൊക്കെ വെച്ചുള്ള ഗാംബ്ലിംഗ് ജോയിന്റ്സില്, റേസ് കോഴ്സില്. പിന്നെ ഈയിടെ ബോംബെ ജോഗേശ്വരിൽ ചന്ദൻ ബാപ്പയുടെ ഇഫ്താർ വരുന്നു. എവിടെ ചെന്നാലും ഇവിടെ പിന്നാലെ ഉണ്ട്, നിഴല് പോലെ. എ സോ കോൾഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫ്രം മന്നാട്ടൻ, now in charge of global license for Nichols and Pratt. ഇപ്പതാ ഒരു മുട്ടുസൂചിയുടെ വലിപ്പമില്ലാതിരുന്ന നമ്മുടെ ഈ രവിമാമനൻ വാൾത്തർ ഗ്രൂപ്പ് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്നവൾക്ക് പഠിക്കണം, റാദർ റിസർച്ച് ചെയ്യണം. എന്നിട്ട് സമ്മതിച്ചോ? ലോ, ബോംബെ നിന്ന് ഇവളെ കാല് പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ. ദെൻ ഗോയിങ് ബൈ ഇൻറ്റ്യൂഷൻ ഞാൻ ഇവിടെ കുറിച്ച് അന്വേഷിച്ചു. മുൻപ് പോസ്റ്റ് എമർജൻസി പീരീഡില് ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു സെൻട്രൽ സെക്രട്ടറി അഞ്ജന ഗുപ്ത ഇല്ലേ, ദ നൊട്ടോറിയസ് മിസ്സിസ് ബക്തിയാർ, അവരുടെ ഒറ്റ മകൾ. ഇപ്പൊ കയ്യിലുള്ളതടക്കം 9 പാസ്പോർട്ട് ഉണ്ട് ഒരു മുട്ടകളുടെ കയ്യില്. യു മീൻ? ഏയ് പേടിക്കണ്ട, നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പ് ജനനം മുതൽക്കുള്ള ഇവളുടെ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ എത്തും, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം അടക്കം. സോ ചിയേഴ്സ് ടു സർ വില്യംസ്. മോർണിംഗ് സർ. മോർണിംഗ് അനി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. Morning. Sit down, please. Cheers, Mr. Ravi Maman. My apologies to all of you for the delay. Cheers, Mr. Ravi Maman. So, Vengi, you are... Well, do you see me here, Mr. Ravi? Yes, I do. Okay then, let us come to our project. Sorry, it'll have to wait. Wait! Yes. Hey, Mr. Nair. What is this? അല്ല രവി, മിസ്റ്റർ വില്യംസ്. ചന്ദ്രേട്ടൻ ഈ തൊലിവെളുത്തവന്മാരോടുള്ള അധമത്വം തീർന്നില്ല ഇപ്പോഴും അല്ലേ? Sorry. Look, Mr. Williams. Yes? You are being paid for every fraction of a second you spend here. And not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then Vengi. I have requested for an extension. No, rejected. നാളെ നീ സൈറ്റിലുണ്ടാവണം ഏത് സമയത്തും. And you three. Yes. This will not work. വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് പോലെ ഡോളർ മുളച്ചു പൊന്തുവന്ന് കണക്കൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് സ്റ്റഡി ഉണ്ടല്ലോ, ഐ വുഡ് കോൾ ഇറ്റ് എ പൈപ്പ് ഡ്രീം. മെരിയാൻ, സർ. ഗോ അഹെഡ് വിത്ത് യുവർ പേയ്മെന്റ്സ്. യെസ് സർ. നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം. ബട്ട് നീ സജസ്റ്റ് ചെയ്ത ഫെർട്ടിലൈസ്ഡ് ഷെയർസ് വി ആർ നോട്ട് ബൈയിങ് ദം. ബട്ട് സർ. നോ ചാൻസ്. മിസ്റ്റർ ഹെയ്ൻസ്, യാ, ചേട്ടൻ ഒരു അല്പം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും ഫോർ ദ ക്ലൗഡ്സ് ടു ക്ലിയർ. ഓക്കെ. ഏറിയാൽ ഒരു 3 ആഴ്ച. I'll give you the signals by then. Well, boss, but we have a Shit! Stop this, I say! How dare you, Mr. Ravi? How dare you humiliate me like this? How dare you keep me waiting? Will you finish with your chumchas? And that too in the presence of such colored creeps. Shut up, you! Look, Mr. Ravi, I will not tolerate this. Never! I am British. I am a British citizen. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, that you are British. നിന്റെ നിറം, നിന്റെ ഒടുക്കത്തെ ബ്രിട്ടീഷ് പെരുമ. ജാസ്മിൻ, ആ കള്ളെടുത്ത് മാറ്റം അവന്റെ മുമ്പിൽ നിന്ന്.
ആ കള്ളെടുത്ത് മാറ്റാൻ പ്ലീസ്. Hey, what is this, Mr. Ravi? For you, the meeting is over, Mr. Williams. What? I said the meeting is over for you. മീറ്റിംഗ് മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over forever. You can claim damages. Come on, man. I don't understand you. You don't understand? No, I don't. നിന്റെ മാതൃഭാഷ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക്? മലയാളം. What? Come on. Speak my language. Speak in English, man. Yes, I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, Paranam. Can you say Ambalappuzha? Ambalappuzha? What is that? പുഴയല്ല സായിപ്പേ, പുഴ. പൂവമ്പഴത്തിനിഴ. അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താവിന്? What Ambalappuzha? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗ്ഹാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പണി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം. നല്ല വെണ്ണ പോലെ ദഹിക്കണം. ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം. യുവർ പ്രോബ്ലം ഓഫ് അക്യൂട്ട് സെറിബ്രൽ ഇൻഡൈജഷൻ. രവി പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പന്മാര് ഇവിടെ വന്ന് എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കുമായിപ്പോ വിവരം വിദ്യാഭ്യാസമൊക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഈ ഇടുപ്പിളക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ്? ലണ്ടനിലെ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ, അങ്ങനെ രവിമാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ ഇതിലുണ്ട് ഇവന്റെ സജഷൻസ്, സോറി കണ്ടീഷൻസ്. അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം 3/4 വെട്ടിച്ചുരുക്കണം. വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം. അതും പോരാഞ്ഞ് ഇന്ത്യക്കാരന്റെയും കറുത്തവന്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവന്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനിഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം. പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിൽ ഇങ്ങനെ മലയാളിയുടെ അണ്ണാക്കിൽ മണ്ണുവാരി ഇട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. എന്നാ വെച്ചോ. ആൻഡ് മിസ്റ്റർ വില്യംസ്, യുവർ കോൺട്രാക്ട് സ്റ്റാൻഡ്സ് ടെർമിനേറ്റഡ് ഫ്രം ദിസ് വെരി മൊമെന്റ് ഓൺവേർഡ്സ്. യു കൻ ഗോ. You dirty cheat! Stop that! ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി നീ പറഞ്ഞില്ലേ, ചംചാസ്, stupid Indian idiots and colored creeps എന്നൊക്കെ. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്ക ഞാൻ. Now better you fly back to London or to hell. Mr. Nair, please, can I join you for a drink? Well, if you feel so. Thanks a lot. അപ്പൊ പറയണം മിസ്റ്റർ വെങ്കടേശ്വരൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? സർ, പ്രപ്പോസ് പ്ലാൻസിൽ പെട്ടെന്ന് വന്ന ചേഞ്ചസ് ലൈക്ക്. അപ്പൊ നീ ഇതുവരെ പോയില്ലേ നാട്ടിലല്ലേ? അല്ല സർ, അതിനിതുവരെ. പിന്നെ എപ്പോഴാടാ മൂക്കി പല്ല് മുളച്ചിട്ടോ? നീ നാട്ടിൽ പോകുമ്പോ ഓർത്തണം, ഇവനൊരു പെണ്ണ് അന്വേഷിക്കാൻ. ശരി സർ. സർ ഇത് നോ വെങ്കി, എനിക്കറിയാം പ്ലാൻസ് കാണാപ്പടം. വെറുതെ ഫ്ലിംസി എക്സ്ക്യൂസസ് വേണ്ട. അല്ല രവി. നോ, ഇത്തവണ ചന്ദ്രേട്ടനും കഴിയില്ല ഇയാളെ രക്ഷിക്കാൻ. രവി, ഞാൻ 1.5 വർഷം, അതാണ് പണി തീർക്കാൻ അറബി അനുവദിച്ചു തന്നിരിക്കുന്ന കാലാവധി. ഇതിനോടകം 4 തവണ ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാൻഡഡ്, ബട്ട് നോട്ട് എനിമോർ. ഇനി അയാളുടെ മുമ്പിൽ നിന്ന് അവധിക്കിരുന്നാൽ അയാൾ മുഖവട ചാട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ കഴിവുകേടെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഐ വുഡന്റ് സ്റ്റൂപ്പ് ടു ദാറ്റ്. ഇനി കൃത്യം 90 ദിവസം, അതാണ് തന്റെ ഡെഡ് ലൈൻ. മറക്കണ്ട. ബൈ. ലുക്ക് രവി, ഈ 90 ദിവസം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ലേബർ, എക്സ്ട്രാ മെഷീനറീസ് എല്ലാം കൂടി എത്ര നഷ്ടം വരും അറിയോ കമ്പനിക്ക്? അറിയാം. അപ്രോക്സിമേറ്റ്ലി ടു ദ ട്യൂൺ ഓഫ് $1 million. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഇനി പറ, ചന്ദ്രേട്ടൻ ഏതാ വലുത്, മാനമോ പണമോ? അല്ല, സംശയിക്കേണ്ട, മാനം. മിസ്റ്റർ വെങ്കടേശ്വർ സർ, ഈ ബിൽഡിംഗിന്റെ കോൺട്രാക്റ്റിൽ നമ്മളോടൊപ്പം മത്സരിച്ച അമേരിക്കൻ കമ്പനിയിൽ ഒരു ബെറ്റർ ജോബിന് താൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ട് എത്ര തരാമെന്ന് ഏറ്റുവരെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കുന്നതിന്?
വെങ്കി, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്യാഗ്രഹത്തിന് പേരിൽ ഇവിടെ ചെയ്തു പോയ സൈഡ് ബിസിനസ്സുകൾ, പിന്നെ പ്രസ്റ്റീജിയസ് സ്കൂളുകളിൽ മക്കളുടെ പഠിപ്പ്, എല്ലാം കൂടെ ബാധ്യതകൾ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട് താൻ, എനിക്കറിയാം. സോ പണമാണ് തന്റെ പ്രശ്നമെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും. അല്ലാതെ എന്നെ വിൽക്കരുത്. അഥവാ വിറ്റാൽ തന്നെ സ്വയം വിൽക്കരുത്. ദാറ്റ് കിൽസ് യു.